സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളി. തുർക്കിയോ അമേരിക്കയെ S-400 വിഷയത്തിൽ വെല്ലുവിളിച്ച രാജ്യം. എന്നാൽ ഒടുവിൽ ജെറ്റ് എഞ്ചിൻ കിട്ടുന്നത് തുർക്കിക്കും. ഇന്നും കാത്തിരിക്കുന്നത് ഇന്ത്യയും. ഇത് യാദൃശ്ചികതയാണോ അതോ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണോ? നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകളും കൂടി ഒന്ന് രേഖപ്പെടുത്തണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ജെറ്റ് എഞ്ചിൻ കരാറിനെ കുറിച്ചല്ല. ഇത് ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അതിപ്രധാനമായ ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഒരു വശത്ത് ഇന്ത്യ തേജസ് മാർക്ക് 1 ആവശ്യമായ GE F404 എഞ്ചിനുകൾ തരാതെ പറ്റിക്കുന്നു. തേജസ് മാർക്ക് 2, ആംക, TED-BF തുടങ്ങിയ ഇന്ത്യയുടെ അടുത്ത തലമുറ ഫൈറ്റർ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള GE F414 കരാറ് അനിശ്ചിതത്വത്തിലാണ്. മറുവശത്ത് തുർക്കി റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ F-35 പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യം. ഇസ്രായേല്, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ അമേരിക്കൻ പങ്കാളികൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രാദേശിക ശക്തി. പാകിസ്ഥാന്റെ അടുത്ത പ്രതിരോധ പങ്കാളി. എന്നിട്ടും കോൺഗ്രസിൽ ശക്തമായ എതിർപ്പുണ്ടായിട്ടും ട്രംപ് ഭരണകൂടം തുർക്കിയുടെ കാൻ ഫൈറ്റർ പ്രോഗ്രാമിന് അമേരിക്കയുടെ GE എഞ്ചിനുകൾ നൽകാനായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ത്യ ചോദിക്കേണ്ട ചോദ്യം വളരെ ലളിതമാണ്. ഇന്ത്യ ഉത്തരവാദിത്വമുള്ള ഒരു പങ്കാളി ആയതിന്റെ ശിക്ഷയാണോ ഇത്? തുർക്കി സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റിയതിന്റെ പ്രതിഫലമാണോ അവർക്ക് ലഭിക്കുന്നത്? ഇത് പങ്കാളിത്തമാണോ അതോ ട്രംപിന്റെ തുറന്ന ഇരട്ടത്താപ്പാണോ? നമുക്ക് ഇതിനെ കൃത്യമായ ഒരു ജിയോ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിലെ സുഹൃത്തുക്കളെ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം ഒരു വസ്തുതാപരമായ വ്യക്തത വരുത്തണം. തുർക്കിയുടെ കാൻ ഫൈറ്ററിന് നൽകാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ എഞ്ചിൻ GE F110 ആണ്. ഇന്ത്യക്ക് കിട്ടേണ്ട F414 പോലെയോ അല്ലെങ്കിൽ F404 എഞ്ചിൻ പോലെയോ അല്ല. എന്നാൽ എഞ്ചിൻ മോഡൽ മാറിയാലും ഇതിലെ കാതലായ പ്രശ്നം മാറുന്നില്ല. തുർക്കിക്ക് അമേരിക്കൻ എഞ്ചിൻ അനുമതി ലഭിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ നിർണായക ഫൈറ്റർ എഞ്ചിൻ പദ്ധതികൾ വൈകുകയും അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലാകുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇന്ത്യ അമേരിക്കയുടെ ശത്രു രാജ്യമല്ല. ചൈനയെ പ്രതിരോധിക്കുന്ന ഇൻഡോ പസഫിക്കിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ്. ഇന്ത്യ അമേരിക്കയുമായിട്ട് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു. P-8I, C-17, C-130J, അപ്പാച്ചെ, ഷിനൂക്ക്, MH-60R, M777, MQ-9B തുടങ്ങിയ നിരവധി അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്നത് വലിയൊരു പ്രതിരോധ വിപണി, തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ചൈനയെ പ്രതിരോധിക്കാനുള്ള പങ്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവൈലബിലിറ്റി, ഇൻഡോ പസഫിക് പങ്കാളിത്തം, ഇതെല്ലാമല്ലേ. പക്ഷെ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ ഫൈറ്റർ എഞ്ചിന്റെ കാര്യം എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? F404 വിതരണം വൈകുന്നു. F414 കരാറ് തടസ്സപ്പെട്ടിരിക്കുന്നു. ആംക പ്രോട്ടോടൈപ്പ് അനിശ്ചിതത്വത്തിലാണ്. തേജസ് MK2 ടൈം ലൈൻ ആശങ്കയിലാകുന്നു. IAFന്റെ സ്ക്വാഡ്രൺ കരുത്ത് സമ്മർദ്ദത്തിലാകുന്നു. ഇനി തുർക്കിയുടെ ചരിത്രത്തിലേക്ക് വരാം. തുർക്കി അമേരിക്കയുടെ താല്പര്യത്തിന് വിപരീതമായിട്ട് റഷ്യയിൽ നിന്നും S-400 വാങ്ങി. അന്ന് അമേരിക്ക പറഞ്ഞത് എന്തായിരുന്നു? S-400 ഉണ്ടെങ്കിൽ F-35 സാങ്കേതിക വിദ്യ അപകടത്തിലാകും. F-35ന്റെ സ്റ്റെൽത്ത് രഹസ്യങ്ങൾ റഷ്യൻ റഡാർ വ്യവസ്ഥയിലേക്ക് ചോർന്നേക്കാം. അതുകൊണ്ടാണ് തുർക്കിയെ F-35 പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയത്. തുർക്കിയുടെ പൈലറ്റുമാരുടെ പരിശീലനം നിർത്തി. തുർക്കി കമ്പനികളെ F-35 വിതരണ ശൃംഖലയിൽ നിന്ന് മാറ്റി ഉപരോധങ്ങൾ വരെ ഏർപ്പെടുത്തി. പക്ഷെ ഇന്ന് ട്രംപ് ഭരണകൂടം അതേ തുർക്കിക്ക് കാൻ ഫൈറ്റർ പ്രോഗ്രാമിന് അമേരിക്കൻ എഞ്ചിനുകൾ നൽകാൻ മുന്നോട്ട് പോകുന്നു. അതും കോൺഗ്രസിലെ നിയമനിർമ്മാതാക്കൾ എതിർപ്പുന്നയിക്കുന്ന സമയത്ത്. ഇതിലും വലിയ മറ്റൊരു കാര്യമുണ്ട്. തുർക്കിയെ F-35 പദ്ധതിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് വാഷിങ്ടണിൽ പുനഃപരിശോധനയും നടക്കുന്നുണ്ട്. നിയമപരമായ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. തുർക്കി S-400 കൈവശം വയ്ക്കുന്നിടത്തോളം F-35ലേക്കുള്ള തിരിച്ചുവരവ് എളുപ്പമല്ല. എന്നാൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു സൂചന തന്നെ പലപ്പോഴും തീരുമാനത്തോളം പ്രധാനമാണ്. ട്രംപ് എർദോഗന് നൽകുന്ന സൂചന ഇതാണ്: നിങ്ങളെ തലവേദന ഉണ്ടാക്കുന്ന ഒരു സഖ്യകക്ഷി ആയാലും വേണ്ടില്ല, നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? നിങ്ങൾ ഉത്തരവാദിത്വമുള്ള പങ്കാളിയായാലും എഞ്ചിൻ വിതരണത്തിലെ വൈകലും വിലപേശലും സാങ്കേതികവിദ്യ കൈമാറ്റത്തിലെ അനിശ്ചിതത്വം എല്ലാം നിങ്ങൾ സഹിച്ചോണം. ഇതാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ്. ഇവിടെ ഇന്ത്യ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേൽ ഘടകമാണ്.
അമേരിക്ക ചരിത്രപരമായിട്ട് ഇസ്രായേലിന്റെ സുരക്ഷാ മേധാവിത്വം സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എർദോഗൻ പലപ്പോഴും ഇസ്രായേലിനെതിരെ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള നേതാവാണ്. ഗാസ, ഹമാസ്, സിറിയ, കിഴക്കൻ മെഡിറ്ററേനിയൻ, ലിബിയ അങ്ങനെ പല വിഷയങ്ങളിലും തുർക്കിയുടെ നിലപാട് ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ് എന്നിവരുടെ സുരക്ഷാ താല്പര്യങ്ങളോട് ഏറ്റുമുട്ടുന്നതാണ്. എന്നിട്ടും ട്രംപ് എർദോഗാനെ ശക്തനായ നേതാവെന്ന് പ്രശംസിക്കുന്നു. തുർക്കിക്ക് കാൻ എഞ്ചിൻ പിന്തുണ നൽകുന്നു. F-35 തിരിച്ചു വരാനുള്ള സാധ്യത തുറന്നിടുന്നു. ഇത് ഇസ്രായേലിനും ഗ്രീസിനും സൈപ്രസിനും ആശങ്കയുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അമേരിക്കൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന കാൻ ലഭിച്ചാൽ അത് തുർക്കിയുടെ 5ാം തലമുറ ഫൈറ്റർ വിമാനത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഭാവിയിൽ F-35 വാതിൽ തുറന്നാൽ തുർക്കിക്ക് സ്റ്റെൽത്ത് ഫൈറ്റർ പ്രവർത്തന പരിചയം, പൈലറ്റ് പരിശീലന സംവിധാനം, മെയിൻ്റനൻസ് ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ് സെൻട്രിക് യുദ്ധതന്ത്രങ്ങൾ എല്ലാം ലഭിക്കും. ഇവ നേരിട്ട് കാൻ പ്രോഗ്രാമിനെയും സഹായിക്കും. ഇവിടെയാണ് പാകിസ്ഥാൻ ഘടകം വരുന്നത്. പാകിസ്ഥാൻ തുർക്കിയുടെ അടുത്ത പ്രതിരോധ പങ്കാളിയാണ്. പല മേഖലകളിലും തുർക്കി പാകിസ്ഥാൻ സഹകരണം ഇതിനകം വ്യക്തമാണ്. പാകിസ്ഥാൻ കാൻ പ്രോഗ്രാമിൽ ഭാവി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുർക്കിയുടെ കാൻ പ്രോഗ്രാം അമേരിക്കൻ എഞ്ചിൻ പിന്തുണയോടെ വേഗത്തിലായാൽ അതിൻ്റെ പരോക്ഷ ഗുണഭോക്താവ് പാകിസ്ഥാനാകാനും സാധ്യതയുണ്ട്. പാകിസ്ഥാൻ നാളെ കാൻ വാങ്ങിയാൽ ഇന്ത്യക്ക് പടിഞ്ഞാറൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന തുർക്കിയുടെ 5ാം തലമുറ ഫൈറ്റർ ഭീഷണി നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ത്യയുടെ ആശങ്ക സാങ്കല്പികമല്ല, ഇത് വളരെ പ്രായോഗികമായ തന്ത്രപരമായ ആശങ്കയാണ്. ഇവിടെ ചോദ്യം ഇതാണ്: ചൈനയെ തടയാൻ ഇന്ത്യ വേണമെന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ അമേരിക്കയുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് പരോക്ഷമായ നേട്ടമുണ്ടാക്കുന്നുവെങ്കിൽ ഇന്ത്യ എന്തിന് അമേരിക്കയോട് അന്ധമായ വിശ്വാസം കാണിക്കണം? ട്രംപിന്റെ വിദേശ നയത്തിന്റെ പ്രശ്നം ഇതാണ്. അദ്ദേഹം ബന്ധങ്ങളെ ദീർഘകാല തന്ത്രപരമായ വിശ്വാസമായിട്ട് കാണുന്നില്ല. അദ്ദേഹം അതിനെയെല്ലാം ഒരു കച്ചവട കണ്ണിലൂടെയാണ് കാണുന്നത്. ആരുടെ കയ്യിലാണ് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉള്ളത്? ആരാണ് സമ്മർദ്ദം ഉണ്ടാക്കുന്നത്? ആരാണ് നേറ്റോ ഉച്ചകോടിയിൽ വിലപേശൽ ശക്തി ഉപയോഗിക്കുന്നത്? ആരാണ് പെട്ടെന്നുള്ള ജിയോ പൊളിറ്റിക്കൽ വാല്യൂ നൽകുന്നത്? തുർക്കി പ്രശ്നമുണ്ടാക്കുന്നു, അമേരിക്ക അവരെ ശാന്തരാക്കുന്നു. എർദോഗൻ സമ്മർദ്ദം കാണിക്കുന്നു, ട്രംപ് വഴങ്ങുന്നു. ഇന്ത്യ ക്ഷമ കാണിക്കുന്നു, ഇന്ത്യക്ക് ഡിലേ ലഭിക്കുന്നു. ഇത് ഇന്ത്യക്കുള്ള കൈപ്പേറിയ പാഠമാണ്. ഇന്ത്യ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല. എന്നാൽ ഇന്ത്യ ഒരു വശത്ത് മാത്രം നിൽക്കുന്ന പങ്കാളിത്തം തുടരാനും പാടില്ല. അമേരിക്ക ഇന്ത്യയുടെ പ്രധാന സുരക്ഷാ താല്പര്യങ്ങളെ അവഗണിച്ചാൽ ഇന്ത്യയും തന്ത്രപരമായ വിട്ടുവീഴ്ചകളും നിർത്തണം. അമേരിക്ക ഇന്ത്യക്ക് കൃത്യസമയത്ത് F-404 എഞ്ചിൻ്റെ ഡെലിവറിയുടെ ഉറപ്പ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അമേരിക്കൻ പ്രതിരോധ മുതലുകളിൽ ഇന്ത്യ ജാഗ്രത കാണിക്കണം. F-414 കരാറിൽ ന്യായമായ വില, നവീകരണത്തിനുള്ള സ്വാതന്ത്ര്യം, വിതരണ ഷെഡ്യൂൾ ഇതെല്ലാം ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മറ്റ് എഞ്ചിൻ പങ്കാളികളെ പൂർണ്ണ ഗൗരവത്തോടെ സമീപിക്കണം. റോൾസ് റോയ്സ്, സഫ്രാൻ, തദ്ദേശീയ എഞ്ചിൻ വികസനം, ഇപ്പോൾ ഏതാ ജപ്പാനും അവരുടെ എഞ്ചിൻ ഓഫറുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും വെറും ബാക്കപ്പ് അല്ല, ദേശീയ മുൻഗണനയാകണം. അമേരിക്ക തുർക്കിക്ക് പ്രതിഫലം നൽകി പാകിസ്ഥാന് പരോക്ഷ നേട്ടമുണ്ടാക്കുന്നുവെങ്കിൽ ഇന്ത്യ ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, ഇസ്രായേൽ, ഫ്രാൻസ്, ജപ്പാൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് തന്ത്രപരമായ പ്രത്യാക്രമണ ശൃംഖല രൂപീകരിക്കണം. ഇത് അമേരിക്കൻ വിരുദ്ധ നയമല്ല, മറിച്ച് ഇന്ത്യ അനുകൂല നയമാണ്. ഇന്ത്യ അമേരിക്കയോട് പറയേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ഇൻഡോ പസഫിക്കിൽ ഇന്ത്യ വേണം. നിങ്ങൾക്ക് ചൈനയെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ വേണം. നിങ്ങൾക്ക് ഇന്ത്യൻ പ്രതിരോധ വിപണി വേണം. നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് സഹകരണം വേണം. നിങ്ങൾക്ക് രഹസ്യാന്വേഷണ പങ്കാളിത്തം വേണം. അപ്പോൾ ഇന്ത്യക്കും ന്യായമായ പരിഗണന വേണം. ഇന്ത്യയുടെ ഫൈറ്റർ എഞ്ചിൻ ടൈം ലൈൻ വാഷിങ്ടന്റെ മൂഡിനെ ആശ്രയിച്ചിരിക്കാൻ പാടില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് മാറുമ്പോൾ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ പദ്ധതികൾ മാറുന്ന അവസ്ഥ വരാൻ പാടില്ല. ഇവിടെ ഇന്ത്യ വൈകാരികമായിട്ട് പ്രതികരിക്കരുത്, ഇന്ത്യ തന്ത്രപരമായിട്ട് പ്രതികരിക്കണം. ഇന്ത്യ തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ ഗൗരവമായിട്ട് കാണണം. കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് രാഷ്ട്രീയ പിന്തുണ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന് തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ, നാവിക സഹകരണം, പ്രതിരോധ ഇലക്ട്രോണിക്സ്, പരിശീലന പിന്തുണ ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. നാളെ കാൻ വഴി തുറന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മുന്നണിയിൽ 5ാം തലമുറയുടെ സമ്മർദ്ദം കൂടും. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണ ശൃംഖല വെസ്റ്റ് ഏഷ്യയിലും മെഡിറ്ററേനിയനിലും ഇൻഡോ പസഫിക്കിലും നമ്മൾ കെട്ടിപ്പടുക്കണം. തുർക്കി അമേരിക്കയെ വെല്ലുവിളിച്ചു, പക്ഷേ തുർക്കിക്ക് രാഷ്ട്രീയമായ വഴി തുറക്കൽ ലഭിക്കുന്നു. അമേരിക്ക സൗഹൃദത്തെക്കാളും സമ്മർദ്ദ തന്ത്രങ്ങളെയാണ് ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയും സമ്മർദ്ദ തന്ത്രങ്ങൾ കെട്ടിപ്പടുക്കണം. ഇന്ത്യയുടെ മാർക്കറ്റ്,
ഇന്ത്യയുടെ ജിയോഗ്രഫി, ഇന്ത്യയുടെ മിലിറ്ററി സ്കെയിൽ, ഇന്ത്യയുടെ ചൈന ബാലൻസിങ് റോൾ, ഇന്ത്യയുടെ ടെക്നോളജി അംബീഷൻ, ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി, മറ്റു വഴികൾ തേടാനുള്ള ഇന്ത്യയുടെ കഴിവ്, ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യ കൃത്യമായും ദൃഢമായും ബുദ്ധിപരമായിട്ടും ഉപയോഗിക്കണം. അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയും സ്വന്തം താല്പര്യം നോക്കും. അമേരിക്ക സമ്മർദ്ദ രാഷ്ട്രീയമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇന്ത്യയും പരസ്പര പ്രതികരണത്തിന്റെ രാഷ്ട്രീയം കാണിക്കും. സുഹൃത്തുക്കളെ, പരസ്പര പ്രതികരണം പ്രതികാരമല്ല. പരസ്പര പ്രതികരണം ബഹുമാനത്തിന്റെ നയതന്ത്ര ഭാഷയാണ്. റെസിപ്രോസിറ്റി ഈസ് നോട്ട് റിവെഞ്ച്. റെസിപ്രോസിറ്റി ഈസ് ദ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഓഫ് റെസ്പെക്ട്. വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.